അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകടകാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്നുള്ള പ്രസംഗത്തിന്റെ മൂന്നാം ഭാഗം, മൂന്നാമത്തെ പാർട്ട്. 1, 2, 3, 4 പാർട്ടുകളാണ് ഞാൻ എഴുതുന്നത്. അത് കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. എല്ലാ വിഷയത്തിൻ്റെയും ആ വിഷയങ്ങളെടുത്ത് എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ലോകടകാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് എഴുതിയിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 അങ്ങനെ എഴുതിയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഓരോന്ന് കേട്ട് പഠിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക. നമുക്കിനി അധിക സമയം നമ്മുടെ മുൻപിലില്ല. വലിയ പ്രതികൂലമാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മഴയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഞാൻ ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. ആ മഴയുടെ ശല്യം ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇത് നിർത്താനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതൊരു ഫ്ലോ പോലെ വന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കാര്യങ്ങൾ. സ്തോത്രം. അപ്പോൾ നോഹയുടെ കാലത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായിരുന്നു. അക്കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. ഇനിയിപ്പം മല്ലന്മാരെ ഉള്ളൂ ഭൂമിയിൽ. പൊളിറ്റിക്സിലും പിന്നെ ആത്മീയ കോളത്തിലും മല്ലന്മാരാ. ഒരു സഹോദരൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നേ പറയുള്ളൂ, രണ്ടാമത് നിങ്ങൾ പറയത്തില്ലെന്ന്. അപ്പോൾ മല്ലനല്ലേ? പിന്നൊരുത്തം പറഞ്ഞത് എൻ്റെ അടുക്ക വന്ന് നിങ്ങൾ എനിക്ക് ഹിതമല്ലാത്ത നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെ. ഒരു മല്ലനല്ലേ എന്ന് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ. വാത്സല്യ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മല്ലന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, വീരപ്പന്മാർ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്ക്, മല്ലന്മാരും വീരന്മാരും കീർത്തിപ്പെട്ട പുരുഷന്മാർ, 100 ഇഡ്ഡലി തിന്നുന്നവരും 100 ദോശ തിന്നുന്നവരും 100 ഏത്തപ്പഴം തിന്നുന്നവരും 100 റൺസ് സെഞ്ചുറി അടിക്കുന്നവരും, പിന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചവനും, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവനും, ഏറ്റവും കൂടുതൽ റൺസ് എടുത്തവനും കീർത്തിപ്പെട്ട പുരുഷന്മാർ. അവർക്ക് ഓശാന പാടാനും നമ്മുടെ പെന്തക്കോസ് കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അവരെ ഫാനായിട്ട് കാണുന്നവരെ. പണ്ടൊരു സഹോദരൻ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, പേരങ്ങ് മറന്നു, ഒരു വലിയ കോടീശ്വരനാണ് പുള്ളി. എനിക്ക് അതിശയം തോന്നിപ്പോയി. ഈ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവറെ നിൽക്കുന്നെന്ന് അവകാശപ്പെടുന്നവൻ, അവൻ്റെ ഫാൻ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഇവൻ മാനസാന്തരപ്പെട്ടവനല്ലെന്നാണ് ഞാൻ പറയുന്നത്, ഗുണപ്പെട്ടവനേ അല്ല. നമുക്ക് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. പൗലോസ് പറയുന്നത് നമുക്ക് പിതാവാം ദൈവവും കർത്താവും മാത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നൽകി തന്ന, രക്തം തന്ന് വീണ്ടെടുത്ത കർത്താവും പിതാവും മാത്രമാണ് നമ്മുടെ അവകാശം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നതാണല്ലോ. ആരാധിക്കാനായിട്ട് പുത്രനെയും പിതാവിനെ ആരാധിക്കാനാണ് വ്യവസ്ഥ, എന്നാൽ പുത്രനെ ആരാധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആരാധന പുത്രൻ പറഞ്ഞു പിതാവിനെയാ. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നവർ. ഈ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ കാറ്റിപ്പറത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹമായി മാറി. വചനത്തിൻ്റെ യാതൊരു അതിർത്തി വരുമ്പുകളെയും സൂക്ഷിക്കാത്ത ഒരു ക്രൈസ്തവ സമൂഹമായി ഇന്നത്തെ പെന്തക്കോ സമൂഹം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൂടെ. അതാണ് പൗലോസ് 32-ാം വാക്യം വായിച്ച്, 20-32, പ്രവൃത്തി 20-32 വായിച്ച്. അവിടെ എന്താ പൗലോസ്, ഞാനത് നേരത്തെ പറഞ്ഞു, പ്രവൃത്തി 20-32 എന്താ എഴുതി വെച്ചേക്കുന്നത്? അത് വായിച്ചേ. എത്ര മനോഹരമായ നിലയിൽ എഴുതി വെച്ചേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും
അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ പിതാവ് പുത്രനോട് വരിക, ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും വചനമായി തീർന്ന കർത്താവ്. ആ കരുത്ത് ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നത് എവിടെയാ? ദൈവത്തിൽ, കൃപയുടെ വചനത്തിൽ, വചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിന്നുകൊള്ളണം. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ആരോട് പറഞ്ഞു? യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു. അപ്പൊ യഹൂദന്മാർ ഏത് വ്യവസ്ഥയിൽ നിൽക്കുക? മോശയുടെ വചനത്തിൽ നിൽക്കുക. അവര് മോശയുടെ പ്രമാണത്തിൽ നിൽക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സംബോൾ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എന്നുള്ള വിഷയം 3, 4, 5, 6 ക്ലിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. നിങ്ങളത് കേട്ടാൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിയും. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് നിലനിൽക്കേണ്ടത്. മോശയുടെ വ്യവസ്ഥയിലല്ല. മോശയുടെ വ്യവസ്ഥ വേറൊന്നാണ്. മോശയുടെ വ്യവസ്ഥ വേറൊന്നാണെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ പഠിപ്പിക്കൽ കേട്ടാൽ നമുക്കത് മനസ്സിലാവും. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 തീമോഥെയോസ് 1-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അത് കേട്ടിട്ട് മനസ്സിലാക്കിയിരിക്കണം. ന്യായപ്രമാണമോ 8 മുതൽ, ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പുതുഗന്ധാക്കൾ, മാതുഗന്ധാക്കൾ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെയെന്ന് നാം അറിയുന്നു. അപ്പൊ ആർക്കൊക്കെ എഴുതിയിരിക്കുന്നത്? 15 കൂട്ടം മഹാഭാവികളുടെ ലിസ്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം ചുവലിലേറ്റ് നടന്ന മഹാഭാവികളായിരുന്നു യഹൂദന്മാർ. അതുകൊണ്ടാണ് ആ പ്രമാണത്തെ തിരുത്തി ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമുക്ക് തന്നതെന്ന് ഇനിയെങ്കിലും പെന്തക്കോസ്ത് സമൂഹമേ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണേ. മോശയുടെ പ്രമാണത്തോട് എനിക്കൊരു വിരോധവുമില്ല. അത് നമ്മുടേതല്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നല്ല കൃത്യമായ വാക്കുകൾ അതിൽ കിടപ്പുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എബ്രായർ 10:1 എന്താ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്. എത്ര വ്യക്തമായി കൃത്യമായി എഴുതി വെച്ചാലും പിന്നെയും കിടന്ന് ന്യായപ്രമാണം ഞങ്ങൾക്കാണ്, ന്യായപ്രമാണം അതൊരു ബന്ധനമാണ്. ആ ബന്ധനം നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് അണഞ്ഞുകൊള്ളുക. ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം ആരാ തന്നേ? അത് മനസ്സിലാക്കി. ക്രിസ്തുവിൻ്റെ പ്രമാണം ആരാ തന്നേ? യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ട് അതിൻ്റെ ചില വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ചു. അത് വേണ്ട രീതിയിൽ അത് പലരും മനസ്സിലാക്കാതെ ഇരിക്കുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് ഞാനത് വായിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 12-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എൻ്റെ വചനം പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നത്. എൻ്റെ വചനം കേട്ട് കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവന് ന്യായം വിധിക്കും. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് സ്വയമായിട്ടൊന്നും പറഞ്ഞില്ല. നമുക്കിപ്പോൾ വായിത്തോന്ന് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് നമ്മുടെ ഹൃദയത്തിൽ തോന്നിയാലും വായി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞത് ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും
ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ സംസാരിക്കുന്നു. യോഹന്നാൻ 14:24 ഒന്ന് വായിച്ചേ. 14:24. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. പിതാവ് പുത്രനെ അയച്ച് പിതാവ് കൊടുത്ത വചനമാണ് പുത്രൻ പഠിപ്പിച്ചത്. പുത്രനൊന്നും പഠിപ്പിക്കാനായിട്ട് ഇല്ല. ഈ മഹനീയമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 16 ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, വഹിപ്പാൻ, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും. അപ്പോൾ കർത്താവിന് ഒത്തിരി പറവാനുണ്ടായിരുന്നു. യോഹന്നാൻ 16 12 13 14 വാക്യങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിച്ചോണം. കർത്താവിന് ഒത്തിരി പറവാനുണ്ട്, പക്ഷേ വഹിപ്പാൻ കഴിവില്ല. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പഠിപ്പിച്ചു. കർത്താവ് പറയാതെ വിട്ടത് പഠിപ്പിച്ചു. അപ്പോൾ 90 ഒരു വയസ്സൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈസിക്കൽ ടു അപ്പോസ്തല ഉപദേശം. അത് അന്നാണ് കേൾക്കുന്നത് തന്നെ അങ്ങനെ ഒരു പഠനം. അപ്പോൾ വേദോസ്തവത്തിൻ്റെ പഠനങ്ങൾ പലതും പിശാച് കുഴിച്ചു മൂടിയിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുക. ദയവായിട്ട് ഈ സന്ദേശം കേൾക്കുന്നവർ കേട്ടിട്ട് മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. യാഥാർത്ഥ്യങ്ങൾ ജനം തിരിച്ചറിയട്ടെ. ഈ സത്യങ്ങൾ ജനം തിരിച്ചറിയട്ടെ. നോഹയുടെ കാലം പോലെയായി മനുഷ്യപുത്രന്റെ വരവ്. കർത്താവ് ജനത്തെ ന്യായം വിധിക്കാൻ പോവുക. അതുകൊണ്ട് അതിനു മുൻപും സഭ മാറ്റപ്പെടാൻ പോവുക. ഈ സത്യം തിരിച്ചറിയാതെ മരിച്ചാൽ നരകത്തിലേക്ക് പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു നോഹയുടെ കാലഘട്ടത്ത്? മല്ലന്മാര്, വീരന്മാര്, കീർത്തിപ്പെട്ട പുരുഷന്മാർ. പിന്നെ അടുത്ത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ എപ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുന്ന വിധം അനുദമിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സൃഷ്ടാവാം ദൈവം സൃഷ്ടിയെ ഓർത്ത് അനുദപിക്കുന്നു. പെന്തക്കോസ്തുകാരെ, നിങ്ങളെ എന്നെയും കുറിച്ച് ദൈവം അനുദപിക്കുന്നു. ഒരു പുനഃപരിശോധന നടത്ത്, ഒരു ആത്മപരിശോധന നടത്ത്. ഈശ മുഴുവൻ കാശായിരിക്കാം, ദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കാം, കാര്യമൊക്കെ ശരി. നരകാഗ്നിയിലേക്ക് പോയി വീഴാതിരിക്കാൻ നോഹയുടെ കാലത്തിന്റെ വഷളത്വങ്ങൾ എന്നിലും നിന്നിലും ഉണ്ടോന്ന് ആത്മപരിശോധന നടത്ത്. ഈയിടയ്ക്ക് എന്നോടൊരു സൗരം പറഞ്ഞു, അവൻ പെന്തക്കോസ്ത് ഗുണ്ടയാന്ന് പറഞ്ഞു. ഗുണ്ടയോ? ഗുണ്ടമാരുണ്ടെന്ന്. സത്യവചനം പറയുന്ന പോലെ ഇടിക്കാനും പൊളിക്കാനും നടക്കുക ഗുണ്ടകള്. അപ്പൊ ശരിയായില്ലേ? നോഹയുടെ കാലം പോലെ ആയില്ലേ? ഞങ്ങളുടെ ചീഫ് പാസ്റ്ററുണ്ട്, ജോസ്, ബാംഗ്ലൂരാണ് അദ്ദേഹം. അദ്ദേഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക, അടിക്കുമെന്ന് പറഞ്ഞിരിക്കുക. പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങ് പെട്ടെന്ന് ആയിക്കോ. ഞാനും ആ കാഴ്ചപ്പാടുകാരനാണ്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് ചെയ്തോ. പണ്ട് പറഞ്ഞല്ലേ, നീ ചെയ്യുന്നത് നേരത്തെ അങ്ങ് ചെയ്യേ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഇത് പറയുന്നത്. അതുപോലെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളും അനുഭവിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യാശമുണ്ട്. ഈ രോഗം നിറഞ്ഞ ശരീരത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുമെന്നൊരു പ്രത്യാശയുണ്ട്. ഒരു രൂപാന്തരം ലഭിക്കുമെന്ന് പ്രത്യാശയുണ്ട്. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു നിത്യരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടുമെന്നൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നേ. ചുമ്മാ അനുഭവിച്ച് വെറുതെടുത്തോണ്ടിരിക്കുകയല്ലേ ഇവിടെ. കഷ്ടതയും ബുദ്ധിമുട്ടും വരുമ്പോൾ, വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ സന്തോഷിക്കാനുള്ള
കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ, കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത വചനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് പത്രോസ് പറയുന്നു, വിലയേറിയ വാഗ്ദത്ത വചനങ്ങൾ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നോഹയുടെ കാലഘട്ടം പോലെ ഈ ഭൂമി ആയിത്തീർന്നു. ഈ ഭൂമിയെ വഷളന്മാരെ ന്യായം വിധിക്കുമ്പോൾ അതിനു മുൻപ് സഭയെടുക്കപ്പെടും, ഞാനും പോകുമെന്ന് എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. ഇടയ്ക്ക് പ്രത്യാശയെക്കുറിച്ച് ഒരു ഭക്തൻ പറയുന്നത് കേട്ടു, എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു, എനിക്കൊന്നും മനസ്സിലായി. പ്രത്യാശയെക്കുറിച്ച് പൗലോസ് പിടിക്കുന്ന ആത്മാവിൻ്റെ നങ്കൂരം. കാറ്റടിച്ച് കൊടുങ്കാറ്റടിച്ച് ആടി ഉലയുന്ന ഒരു കപ്പലിന് ഒരൊറ്റ പ്രതീക്ഷ ആ നങ്കൂരം ഇട്ട് കഴിയാന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ പ്രശ്നസങ്കീർണമായ ഈ ലോകത്ത്, പ്രക്ഷുബ്ധമായ ഈ ലോകത്ത്, ദുഷ്ടന്മാരെയും നീചന്മാരെയും യുദ്ധക്കൊതിയന്മാരെയും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ലോകത്ത്, ഒരൊറ്റ ബോംബ് കൊണ്ട് ലോകം മുഴുവൻ ചുട്ടരിക്കുമെന്ന് പറയുന്ന നീചന്മാരുടെ ഈ ലോകത്ത് ഏക പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരം. അതേ, കർത്താവിൻ്റെ വരവിൽ എനിക്ക് പോകാൻ കഴിയും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ജോലിക്ക് വേണ്ടി, കൂലിക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇതൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ തികഞ്ഞ ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരണം. നിങ്ങൾ കാഹളം ധരിക്കുമ്പോൾ നമ്മൾ മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റ് വരണം, അല്ലെങ്കിൽ രൂപാന്തരം കിട്ടണം. ഇതല്ലാതൊരു പ്രാർത്ഥന എനിക്കില്ലവേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോ ഈ നോഹയുടെ കാലഘട്ടത്തെ വഷളന്മാരുടെ ലിസ്റ്റ് ഒരു ചെറിയ തോതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള കൂടെ വായിച്ചേ. അതും നോഹയുടെ കാലഘട്ടത്തെ ആൾക്കാരാണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. പൗലോസാണത് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച് 3-ന്റെ 1 മുതൽ 5 വരെ, 2 തിമോത്തിയോസ് 3-ന്റെ 1 മുതൽ 5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, കപ്പൽ മറിഞ്ഞതൊക്കെ ദുർഘട സമയങ്ങളാണ്. ഇതൊക്കെ വചനത്തിലുള്ള കാര്യങ്ങളാ. ഇനി എത്ര എണ്ണം അറിയാൻ കിടക്കുന്നു, ഇനി എന്തൊക്കെ നാശം വരാൻ കിടക്കുന്നു. ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാര്, ഉഗ്രന്മാര്, സൽഗുണദോഷികള്, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇക്കാലത്തുമുണ്ട്, അക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്നത് കൂടി വന്നിരിക്കുകയെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് 6 മാസം മുമ്പ് പക്ഷേ നിങ്ങളെ തട്ടിക്കളയുന്നു. ആയിക്കോട്ടെ, എൻ്റെ കർത്താവ് പറഞ്ഞല്ലോ യൂതോട്, നീ ചെയ്യുന്നത് വേഗത്തിലങ്ങ് ചെയ്യും. എടാ, നമുക്ക് മരിക്കാനായിട്ട് പേടിയില്ലാത്തൊരു ഗ്രൂപ്പിൽപ്പെട്ട ആളായി മാറി ഞാനിപ്പോൾ. എന്നെങ്കിലും ഒരിക്കൽ മരിക്കണം. 10-27 വയസ്സായി, ഇനി എന്നാ നോക്കിയിരിക്കാനാ. 2025 നവംബർ മാസം 11-ാം തീയതി 12-ാം തീയതി ആകുമ്പോൾ 67 വയസ്സിലേക്ക് പ്രവേശിക്കുക. 67 തികഞ്ഞ് 78-ലേക്ക് പിന്നെ പ്രവേശിക്കും. എന്നെ നോക്കാനാ. കുടുംബത്തിൽ എന്നാലാവുന്നതൊക്കെ ഒരു ചെറിയ പരിധിക്കുള്ളിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി വല്ലവൻ്റെ വാളിനിരയായാലും അത് രക്തസാക്ഷി ആകണമെന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതിന് കർത്താവ് കൃപ നൽകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ വേണമെങ്കിൽ. അതെപ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല. അന്ത്യകാലത്തിന്റെ ലക്ഷണം വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, 19 കൂട്ടം ഗുണം പിടിക്കാത്തൊരു വലിയ സമൂഹം ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. അന്ത്യകാലം കീർത്തിപ്പെട്ട പുരുഷന്മാരെന്നുള്ളത് പറയുന്നില്ല, അത് ഉൽപ്പത്തിയിലാണ് പറയുന്നത്. കീർത്തിപ്പെട്ട പുരുഷന്മാർ, ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചവർ, ഏറ്റവും കൂടുതൽ നായകന്മാരായവർ, ഏറ്റവും കൂടുതൽ പാട്ടുപാടിയവർ, ഏറ്റവും കൂടുതൽ ഇത് പറയേണ്ട വഷളന്മാരുടെ ഒരു വലിയ നിര ഇന്ന് ഭൂമിയിൽ വന്ന് ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാ.
ഇവരെ കൈവെള്ളെ കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ പലരും. പണ്ടൊരു സഹോദരി എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എന്നോടല്ല വൈഫിനോടാണ് പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ട നടൻ പോയെന്ന്. പുള്ളിക്കാരുടെ പ്രിയപ്പെട്ട നടൻ, ആ നടൻ പുള്ളിക്കാരിക്ക് പ്രിയപ്പെട്ടവന്. അപ്പം എന്താ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഊണ് കഴിക്കുമ്പോഴും സീരിയൽ കണ്ടുകൊണ്ടായിരുന്നു ഊണ് കഴിക്കുന്നത്, സിനിമ കണ്ടുകൊണ്ട്. ബന്ധുക്കൂസർ ഇഷ്ടം പോലെ ഉണ്ട്. വെറുക്കൂത്ത്, ജഡത്തിന്റെ പ്രവൃത്തി, ഇരുട്ടിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ് വിട്ടൊഴിഞ്ഞോ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എനിക്കത് പറയാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ വെറുക്കൂത്തിപ്പെട്ടതാ. ഇന്ന് കാണുന്ന മുഴുവൻ വെറുക്കൂത്ത. നമ്മൾ ന്യൂസ് കാര്യങ്ങൾ സംഭവങ്ങൾ കേൾക്കുന്നതൊക്കെ മറ്റീ കാണുന്ന എന്റർടൈൻമെന്റ് എന്നുള്ള ചാനൽ മുഴുവൻ വെറുക്കൂത്ത. നരകത്തിലേക്ക് പോകാൻ വേറെ ഒരു വഴിയും വേണ്ട, അത് മാത്രം മതി. കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ഭാഷ അങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ഇത് നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കുമെന്നൊരു ചിന്ത നിങ്ങളെ ഭരിച്ചാൽ നന്ന്. ഐ സെക്കൻഡ് ആ പാസ്റ്ററിന്റെ ഒപ്പീനിയന്. മനസ്സിലായോ? നോഹയുടെ കാലം പോലെ വഷളത്വത്തിലേക്ക് പോയി. ഇത്രത്തോളം വഷളത്വത്തിലേക്ക് പോയൊരു കാലം മുമ്പ് ഞാൻ ഓർക്കുന്നില്ല. അതിന് പ്രധാനം ഇന്റർനെറ്റ്, മൊബൈൽ ഫോണുകളാണ്. നെറ്റില്ലാത്ത കാലം നമ്മൾ ജീവിച്ചില്ലേ? മൊബൈൽ ഫോൺ കയ്യിലല്ലാത്ത സമയം ജീവിച്ചില്ലേ? ഫോണില്ലെന്ന് പറഞ്ഞ് കയറി തൂങ്ങിച്ചത്തവലും ചെയ്തു? ഇല്ലല്ലോ. പിന്നെന്താന്നേ? ഹല്ലേലൂയ. അതുകൊണ്ട് വഷളത്വത്തിലേക്ക് പോയാൽ ആ വഷളത്വത്തിലേക്ക് പോകുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. പുതിയ നിയമത്തിൽ ആ വഷളത്വം എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു വാക്യം നൽകി തരികയാണ്. 2 കൊരിന്ത്യർ 11:2-3-4 പെട്ടെന്ന് വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11 ഹല്ലേലൂയ 2-3-4 വാക്യങ്ങൾ. ആമേൻ. ആമേൻ. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. ഇവിടെ എന്താ സംഭവിച്ചത്? നോഹയുടെ കാലത്ത് ജനം വഷളത്വത്തിലേക്ക് പോയി. ഹല്ലേലൂയ. മനുഷ്യൻ വഷളത്വത്തിലേക്ക് പോയി. പാപത്തിന്റെ ആഴത്തിലേക്ക് മനുഷ്യൻ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കും, ഈ കാലഘട്ടത്തിൽ ഒരു പ്രമാണം അവർക്ക് ലിഖിതമായിട്ടുണ്ടായിരുന്നോ? നിഷ്പാപയുഗത്തിൽ, മനസാക്ഷി യുഗത്തിൽ, മാനുഷിക ഭരണയുഗത്തിൽ ഇതിലൊക്കെ പ്രമാണങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ പ്രമാണം അവരനുസരിക്കണമായിരുന്നു. ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണം അനുസരിക്കണമായിരുന്നു. അതുകൊണ്ടാ ഒരു കുരുടൻ വന്ന് സൗഖ്യമായപ്പോ നീ പോയി മോശയുടെ പ്രമാണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. മോശയുടെ പ്രമാണം അനുസരിക്കും. നിഷ്പാപയുഗത്തിലുള്ള പ്രമാണം എന്തായിരുന്നു? ഞാൻ കൽപ്പിച്ചത് എന്ത് ചെയ്യരുത്? തിന്നരുത്. അരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തു. ഹല്ലേലൂയ. മനസാക്ഷി യുഗത്തിൽ, നിഷ്പാപയുഗത്തിൽ, മാനുഷിക ഭരണയുഗത്തിൽ, ന്യായപ്രമാണ യുഗത്തിൽ, കൃപായുഗത്തിൽ, അങ്ങനെ ഓരോ യുഗത്തിലും ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ചില വ്യവസ്ഥിതികളുണ്ട്. അറിയിക്കാൻ പോകുന്നില്ല. അതവരനുസരിക്കണമായിരുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റും? ശിക്ഷ കിട്ടും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നല്ല മാതാപിതാക്കൾ, ഈ അവിഞ്ഞത്തുങ്ങളല്ല, ഗുണമില്ലാത്ത മാതാപിതാക്കളാണ് ഇന്ന് കൂടുതലും. കുട്ടികളെ വളർത്തുമ്പോൾ നല്ല ശിക്ഷിച്ച് വളർത്തും, പണിഷ്മെന്റ് കൊടുക്കും. അതുകൊണ്ട് എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ നല്ല അച്ചടക്കത്തിൽ, ഡിസിപ്ലിനിൽ അവർ വളരും. അതല്ലെങ്കിൽ എന്ത് പറ്റും? കന്നുകാലികളെ പോലെ വളർന്നു വരും. പണ്ട് ഒരു ഭാഷ പറഞ്ഞ പോലെ വല്ലവനും തല്ലി, വല്ലവനും തല്ലി, വല്ലവനെയും തല്ലി, വല്ലവനും തല്ലി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി, വഴക്കം ഉണ്ടാക്കി, മോഷണം നടത്തി, അതും ഇതൊക്കെ ഉണ്ടാക്കി. എന്നാൽ അച്ചടക്കത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ആ ഡിസിപ്ലിൻ തെറ്റിക്കാതെ വളർന്നു വരും.
പണ്ടൊക്കെ പ്രായമുള്ള അപ്പച്ചന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ വീട്ടിലോട്ട് വന്ന് കയറും മക്കളൊക്കെ എഴുന്നേറ്റിരിക്കും. മുണ്ട് മടത്തു കുത്തിയാൽ മുണ്ട് അഴിച്ചിടും. ഇന്നോ മുണ്ടഴിച്ച് തലയെ ചുറ്റും. അങ്ങനത്തെ മക്കളായിന്ന്. കാരണം അവരെ പാലൂട്ടി വളർത്താനായിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് സത്യവേദ പുസ്തകം പറഞ്ഞു കൊടുക്കുന്നില്ല. പുതിയ നിയമത്തിലെ വ്യവസ്ഥ എന്താ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. പഥ്യോപദേശം, ബാലശിക്ഷ, ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. ഇതൊന്നും ആരും ചെയ്യുന്നില്ല. ഇവിടെ നോഹയുടെ കാലഘട്ടത്തെ ജനം പാപം ചെയ്തപ്പോൾ, വഷളത്വത്തിലേക്ക് പോയപ്പോൾ എന്തു പറ്റി? അവരെ ന്യായം വിധിച്ചു. വെള്ളം കൊണ്ട് ന്യായം വിധിച്ചു. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണേ, ഗൂഗിളിലൊന്ന് കയറി തപ്പി നോക്കണേ, അറിവുള്ളവരോട് ചോദിച്ചു നോക്കണേ, നോഹയുടെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം സംഭവിച്ചോ എന്നൊന്ന് കേട്ടു നോക്കണേ, ചോദിച്ചു നോക്കണേ. അരാറാത്ത് പർവ്വതത്തിൽ പെട്ടകത്തിന്റെ അംശം കണ്ടെത്തിയെന്ന് പത്രത്തിൽ വന്നത് ഞാൻ കണ്ടവനാ. ഒരു പക്ഷേ അത് ഇന്റർനെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. ദൈവം ആ ലോകത്തെ ന്യായം വിധിച്ചു. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ, നമ്മുടെ മക്കളും നമ്മുടെ മരുമക്കളും നമ്മുടെ കുഞ്ഞുകുട്ടികളെല്ലാം കർത്താവിനെ സേവിക്കാൻ വേണ്ടി തലയറഞ്ഞു കിടന്ന് പ്രാർത്ഥിക്ക്. എനിക്കതേ പറയാനുള്ളൂ. നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ അങ്ങോട്ട് നിലത്തിട്ടിട്ട് നിലത്ത് കിടന്ന് നെയ്യം വിളിക്ക്. എൻ്റെ കുഞ്ഞ്, എൻ്റെ മോന്, എൻ്റെ മോള്, എൻ്റെ മരുമക്കൾ കർത്താവിനെ നശിച്ചു പോകല്ലേ, നശിച്ചു പോകല്ലേ, അവർ കർത്താവിനെ സേവിക്കുന്നവരെ തീരണമേ എന്ന് ഓർത്ത് നിലത്ത് കിടന്ന് ഊരുണ്ട് പ്രാർത്ഥിക്കുക, നിലപിടിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം അത് ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുക. അല്ല, എനിക്ക് വേറൊന്നും പറയാനില്ല. എൻ്റെ പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. തലമുറകൾ കർത്താവിനെ സേവിക്കട്ടെ, അവർ ദൈവത്തിലേക്ക് വരട്ടെ, അവരുടെ സമ്പത്തിനെ ദൈവം അടിച്ച് പൊളിക്കട്ടെ, അവരുടെ സമ്പത്തിന്റെ മേലുള്ള അഹങ്കാരം ദൈവം മാറ്റട്ടെ, അവരുടെ പേരും പ്രശസ്തിയും ദൈവം എടുത്തു കളയട്ടെ. ഒരു സാധാരണ മനുഷ്യനായി ഒരു ദൈവത്തിന് വീഴട്ടെ. പണ്ട് ക്യാപ്റ്റൻ പോലെ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിന്റെ മക്കള് 5 അക്ക 6 അക്ക 7 അക്ക ശമ്പളമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വലിയ സന്തോഷം, നല്ലതൊക്കെയാ. കാഹളം ധ്വനിക്കുമ്പോൾ അവർ സ്വർഗത്ത് പോവോ? കാഹളം ധ്വനിക്കുമ്പോൾ അവർ പറന്നു പോകാനായിട്ടുള്ള ലിസ്റ്റിൽ അവരുണ്ടോ? അതില്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി പ്ലേറ്റ് കഴുകുന്ന ജോലി ചെയ്താലും, പാത്രം കഴുകുന്ന ജോലി ചെയ്താലും കാഹളം ധ്വനിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നെങ്കിൽ ആ ജോലിയാ നല്ലതെന്ന് ആ ഭക്തൻ പറഞ്ഞത് ഞാൻ ഓർത്തുപോയി. പലർക്കും ഇത് പിടിക്കത്തില്ലായിരിക്കാം. പിടിക്കോ ഇല്ലെന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന നല്ല നല്ല കാര്യങ്ങൾ യുവദാസന്മാർ പറയുന്നത് ഞാനങ്ങ് പറയുക. എനിക്കതിനോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ ജോലി ചെയ്താലും മതി. ഒരു ദിവസം ഉപജീവനം, അതാ പൗലോസ് പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ഇപ്പൊ കൂടുതൽ കിട്ടിയതാ മക്കളെ പ്രശ്നമായത്. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി, അതിൽ കൂടുതൽ കിട്ടി, അതാ പ്രശ്നം. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരോട് കർത്താവ് പറഞ്ഞത്, നിത്യജീവൻ തരാം, വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. ഇല്ല, നടക്കത്തില്ലെന്നേ. നമ്മളത് നടത്താൻ നോക്കണ്ട, നടക്കില്ലത്. നമ്മളതിന് പല വളഞ്ഞ വഴികൾ കണ്ടെത്തണ്ട. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പറഞ്ഞത് തന്നെയാണ്. ഞാനും അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാറുണ്ട്, നിന്റെ ധനം നിനക്ക് തടസ്സമാണെങ്കിൽ വിറ്റ് തരത്തിൽ കൊടുക്കുക, ദൈവസ്ഥലി വീട് കിടക്കുക. ഹല്ലേലൂയ. ഒട്ടകം സൂചിക്കൂടുകയെന്ന് പറയുമ്പോൾ ധനം തടസ്സമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേ? എന്താ അത് മനസ്സിലാക്കാത്തത്? എൻ്റെ കഴിഞ്ഞ മെസ്സേജുകളിലൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിൻ്റെ കാരണം അനേകർ ഇത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കുക. ഹല്ലേലൂയ. നമുക്ക് സമാധാനത്തോടെ ജീവിച്ച് നിദ്രയടഞ്ഞ് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരണമെങ്കിൽ ഇതൊക്കെയുള്ളൂ വഴി. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ന്യൂട്രൽ പരുവത്തിലൊന്നും അങ്ങോട്ട് ചെന്ന് കയറാനൊന്നും നമ്മൾ ആരും ധരിക്കണ്ട. ഹല്ലേലൂയ. വഷളത്വത്തെ ദൈവം ന്യായം വിധിക്കും. പണ്ടൊരു പാസ് പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, നോഹയുടെ കാലഘട്ടത്തിൽ എല്ലാം വഷളായി, എല്ലാവരും വഷളായി. പക്ഷെ നോഹ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തിന് വേണ്ടി നേരെ നിന്നു. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ട്, ഒരു പെട്ടകം ഉണ്ടാക്ക്. അളവ് കൊടുത്തു, മാതൃക കൊടുത്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. പൗലോസ് അത് എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചത്, സ്വത്രം,
എബ്രായ ലേഖനത്തിലെ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം, അത് സമാഗമന കൂടാരം പണിയുന്നതിനെ കുറിച്ചും കൂടിയാണ് ആ പറയുന്നതെങ്കിലും ആ പറഞ്ഞത് സ്തോത്രം വളരെ കൃത്യമായി വ്യക്തമായി സ്തോത്രം നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ഒക്കെയും ഉണ്ടാക്കണമെന്ന് ദൈവം മോശയോട് പറഞ്ഞു. അത് സമാഗമന കൂടാരമാണ്. ഹല്ലേലൂയ. സമാഗമന കൂടാരമായാലും പെട്ടകമായാലും ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്കനുസരിച്ചത് പണിയണം. വ്യവസ്ഥ വിട്ടാൽ എന്ത് പറ്റി? പോയി. വ്യവസ്ഥ വിട്ടാൽ, ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ടാൽ, ദൈവത്തിന്റെ പ്രമാണം വിട്ടാൽ, ദൈവം ഉപദേശിച്ച് തന്നിരിക്കുന്ന പുതിയ നിയമസഭയുടെ ഉപദേശം വിട്ടാൽ, പഥ്യവചനം വിട്ടാൽ, പഥ്യോപദേശം വിട്ടാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം വിട്ടാൽ നമ്മൾ ആരായി മാറി? ദൈവകൽപ്പന ലംഘിക്കുന്നവരായി മാറി. അതുകൊണ്ടാണ് പഥ്യവചനം സൂക്ഷിച്ചു കൊള്ളാനായിട്ട് പറയുന്നത്. പഥ്യവചനത്തെ മുറുകെ പിടിക്കാൻ പറയും. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. ആ മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. സ്തോത്രം. ഞാൻ ആ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുന്നു. അപ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ച നോഹ